ഹായ് ഹലോ നമസ്കാരം. എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഏറ്റവും പുതിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് സ്വാഗതം. പല വിദ്യാർത്ഥികളുടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ചോദിച്ച് ഒരു റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. പലർക്കും ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കില്ല. എന്നാൽ നമ്മുടെ കീമിന്റെ വെബ്സൈറ്റിൽ പുതുതായിട്ട് വന്ന കുറച്ച് അപ്ഡേറ്റ്സുകൾ, അത് പല അപ്ഡേറ്റ്സുകളും എന്താണെന്ന് വേറൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിരുന്നു. എന്നാലും ഇപ്പോൾ പല വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡൗൺലോഡ് പെർഫോമ എന്നത്. ആ ഡൗൺലോഡ് പെർഫോമിൽ തന്നെ നിങ്ങൾക്ക് പല സർട്ടിഫിക്കറ്റിന്റെയും ഒരു ഫോർമാറ്റ് കാണാൻ പറ്റും. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, വേറെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തുടങ്ങി പല സർട്ടിഫിക്കറ്റുകളും അടങ്ങിയ ഒരു ഡൗൺലോഡ് പെർഫോമ എന്ന് പറയുന്ന ഒരു സെക്ഷൻ നിങ്ങൾക്ക് ആ ഒരു കീമിന്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികളും വന്ന് ചോദിക്കുന്നത്, എന്താണ് സാർ ഇത്, ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ളതാണോ, ആർക്കൊക്കെയാണ് ഇത് ബാധകമായിട്ട് വരുന്നത് എന്ന പല സംശയങ്ങൾ നിങ്ങൾക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ കൃത്യമായ ഉത്തരം എന്തെന്നാൽ, നമുക്ക് 3 തരത്തിലുള്ള അപ്ഡേഷൻസ് ഓൾറെഡി നമ്മുടെ സൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ന്യൂ രജിസ്ട്രേഷൻ, ഒന്ന് ആഡ് കോഴ്സ്, ഒന്ന് ക്ലെയിം അഡിഷൻ. ഇത് മൂന്നും എന്താണെന്നും എത്രമാത്രം വിദ്യാർത്ഥികൾക്കാണ് ഇത് ബാധകമെന്നും വ്യക്തമായി മുമ്പൊരു വീഡിയോയിൽ ചെയ്തിരുന്നു. ഇതിൽ ഡൗൺലോഡ് പെർഫോമയുടെ പങ്ക് എന്തെന്ന് ചോദിച്ചാൽ, ഈ ക്ലെയിം അഡിഷൻ ഉള്ള വിദ്യാർത്ഥികൾ, ക്ലെയിം അഡിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റാർട്ടിംഗ് സമയത്ത് നൽകാൻ വിട്ടുപോയ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആവട്ടെ, ഏതെങ്കിലും കാസ്റ്റ് റിസർവേഷൻ ആവട്ടെ, EWSന്റെ റിസർവേഷൻ ആകട്ടെ, തുടങ്ങിയ ഡിസബിലിറ്റി തുടങ്ങിയ ഏത് റിസർവേഷൻ ആയാലും അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം പിന്നീട് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായാലോ, നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ടൈമിൽ അത് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസോ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ ഒരു ക്ലെയിം നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാനായിട്ട്, റീക്ലെയിം ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ കീമിന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു ക്ലെയിം കിട്ടണമെങ്കിൽ നിങ്ങൾ ഓരോ ക്ലെയിമിനും അതിൻ്റെതായ ഒരു പ്രിഫേർഡ് ഫോർമാറ്റിലായിരിക്കണം ആ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. നേറ്റിവിറ്റി ആണെങ്കിൽ അങ്ങനെ, NRI ആണെങ്കിൽ അങ്ങനെ, ഓരോന്നും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ളൊരു ഫോർമാറ്റിൽ നിങ്ങൾ അത് ഫില്ല് ചെയ്ത് നമ്മുടെ കീമിന്റെ വെബ്സൈറ്റിൽ സബ്മിറ്റ് ചെയ്യണമായിരുന്നു. അത് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, ഓരോന്നിൻ്റെയും ഫോർമാറ്റ് എങ്ങനെയാണ് എന്ന കാര്യമായിരുന്നു നിങ്ങളുടെ ഡൗൺലോഡ് പെർഫോമ എന്ന ആ ഒരു സെക്ഷനിൽ കാണിച്ചിരുന്നത്. ഏത് രീതിയിലുള്ള ക്ലെയിം അഡിഷൻ ഉള്ള വിദ്യാർത്ഥികൾക്കും ആ ഒരു ക്ലെയിമിനെ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു പ്രിഫേർഡ് ഫോർമാറ്റ് മാത്രമായിരുന്നു ആ ഒരു ഡൗൺലോഡ് പെർഫോമയിൽ വന്നിരുന്നത്. അപ്പോൾ അത് ഓൾറെഡി എല്ലാ വിദ്യാർത്ഥികളും അത് നിങ്ങളുടെ ക്ലെയിമിന് വേണ്ടി നൽകിയിട്ടുണ്ടായിരിക്കും എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. തുടർന്നും കീമുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഇമ്പോർട്ടൻ്റ് വാർത്തകളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.